ഗൂഗിൾ ക്രോമിൽ പ്രധാനമായിട്ടും ചെയ്തു വെക്കേണ്ട 2-3 സെറ്റിംഗ്സുകൾ. ഈ സെറ്റിംഗ്സുകൾ ഒന്നും ചെയ്യാതെയാണ് നിങ്ങൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങളുടെ സ്മാർട്ട് ഫോണിലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാറ്റങ്ങൾ നിർബന്ധമായിട്ടും വരുത്തുക. ഏതാണ് ആ സെറ്റിംഗ്സ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഒരുപാട് സെറ്റിംഗ്സുകൾ ഉണ്ട്, അതിൽ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് അതിനായിട്ട് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൈവസി ഗൈഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ലെറ്റ്സ് ഗോ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഏറ്റവും മുകളിൽ ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്ന് ഇവിടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഇത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഇത് ഓൺ ചെയ്താൽ സംഭവിക്കുക എന്ന് വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ വിശദമായിട്ട് ഇവിടെ വായിച്ച് മനസ്സിലാക്കുക. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് താഴെ നെക്സ്റ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ സിങ്ക് ഹിസ്റ്ററി ആൻഡ് ടാബ്സ് എന്ന ഭാഗം ഇത് ഓണിലാണെങ്കിൽ അതും ഓഫിൽ വെച്ച് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കുക. നെക്സ്റ്റ് കൊടുക്കാം. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷനുകളുണ്ട്. അതിൽ എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന ആദ്യത്തെ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഒരു ആരോ മാർക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ നമുക്ക് വിവരിച്ച് തരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം വീണ്ടും ഇവിടെ നെക്സ്റ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇതിൽ ബ്ലോക്ക് ഓൾ ദ ടൈം എന്ന ഈ 2ാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അതിനുശേഷം ഫിനിഷ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഇവിടുത്തെ കാര്യം കഴിഞ്ഞു. ഇവിടെ താഴെ തന്നെ ഡൺ എന്ന ഭാഗമുണ്ട്. അവിടെ നിങ്ങൾ ഡൺ കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പ്രൈവസി ഗൈഡിന് താഴെയായിട്ട് ആഡ്സ് പ്രൈവസി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷനുകളുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ ആഡ് ടോപ്പിക്സ്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇത് ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ബാക്ക് വരിക. ഇവിടെ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇതും ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെയും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. ഇവിടെ ആഡ്സ് മെഷർമെൻറ്റ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതും ഓണിലാണെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഈ വക കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഗൂഗിൾ ക്രോം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഗൂഗിൾ ക്രോമിലെ ചില സെറ്റിംഗ്സുകൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഗൂഗിൾ ക്രോമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 സെറ്റിംഗ്സുകൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.